സംഘപരിവാറിന്റെ സമരത്തിന് ബദലായി സ്ത്രീകളെ മുൻനിർത്തി ജനുവരി 1-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ കടുത്ത സ്ത്രീവിരുദ്ധതയും വർഗീയ നിലപാടുമുള്ള CP സുഗതൻ എങ്ങനെയാണ് സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കാനുള്ള വനിതാ മതിലിന്റെ സംഘാടകനാകുന്നത് എന്നതാണ് ചോദ്യം. വനിതാ മതിലിന്റെ മുന്നണി പോരാളികളിൽ ഒരാളാണ് ഹിന്ദു പാർലമെന്റ് സെക്രട്ടറി CP സുഗതൻ. വെള്ളാപ്പള്ളി നടേശൻ ചെയർമാനും പുന്നല ശ്രീകുമാർ ജനറൽ കൺവീനറുമായ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ജോയിന്റ് കൺവീനറാണ് CP സുഗതൻ. അഖില ഹാദിയ വിവാദം കത്തിനിന്ന സമയത്ത് CP സുഗതൻ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴത്തെ വിഷയം. അഖിലയുടെ അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ അവളുടെ തട്ടം വലിച്ചു കീറി തീയിലെറിഞ്ഞ് ഉടലും തലയും രണ്ടാക്കി ജയിലിൽ പോയേനെ എന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഫേസ്ബുക്കിൽ കുറിച്ച ആൾ. നാടിനും നാട്ടാർക്കും സ്വസ്ഥതയില്ലാതെയാക്കി സമൂഹത്തെ തമ്മിൽ തല്ലിച്ച് ജിഹാദി ഭീകരരുടെ വെപ്പാട്ടിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു മകൾ തന്റെ സംസ്കാരത്തോടും മാതൃപിതൃത്വത്തോടും ശത്രുപക്ഷത്തു നിന്ന് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും ഭരണഘടനയുടെ നീതിയല്ല സ്വാഭാവിക നീതിയിലാണ് വിശ്വാസമെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിച്ചതിന്റെ പേരിലാണ് അഖില എന്ന ഹാദിയെ വലിച്ചു കീറി കൊലവിളി പോസ്റ്റിട്ടത്. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ സംഘാടകനാകുന്നത് എന്നതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിപാടിയുടെ സംഘാടക സമിതിയിൽ ഒരു സ്ത്രീ പോലും ഇല്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.